ഈ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വയർലെസ് പെൻ ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, വയർലെസ് പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ, നമ്മളുടെ വിൻഡോസ് സിസ്റ്റത്തിൽ നമ്മൾ വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരുടെയും ലാപ്പിലും എത്തർനെറ്റ് ആയിരിക്കില്ല. നമ്മളെല്ലാവരും മെയിൻലി യൂസ് ചെയ്യുന്നത് വയർലെസ് അഡാപ്റ്റർ തന്നെയാണ്. വൈഫൈ യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇന്റർനെറ്റ് എടുക്കുന്നത്. ദെൻ ആ ഇന്റർനെറ്റ് ആണ് നമ്മളുടെ വിർച്വൽ ബോക്സിലുള്ള കാലിലേക്ക് അല്ലെങ്കിൽ വി എം വെയറിലുള്ള കാലിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വി എം വെയറിലുള്ള കാലി അത് വൈഫൈ നേരിട്ടല്ല എടുക്കുന്നത്. ഈ ഒരു എതർനെറ്റ് കണക്ഷൻ വഴിയാണ്, വിൻഡോസിന്റെ എതർനെറ്റ് കണക്ഷൻ വഴിയാണ് കാലി ലിനക്സിലേക്ക് ഇന്റർനെറ്റ് എത്തുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വൈഫൈ പെൻ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരു വൈഫൈ അഡാപ്റ്ററും കൂടി ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എതർനെറ്റ് കണക്ഷൻ വെച്ചിട്ട് ഇന്റർനെറ്റ് എടുക്കുന്ന ആൾക്കാരും അവർക്ക് എന്ത് വേണം, ഒരു വൈഫൈ അഡാപ്റ്റർ വേണം നമുക്ക് വൈഫൈ പെൻ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഒരു വൈഫൈ അഡാപ്റ്റർ ഉണ്ട്. പക്ഷെ ആ വൈഫൈ അഡാപ്റ്റർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വിൻഡോസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കാലിയിലാണ് നമ്മൾ വൈഫൈ പെൻ ടെസ്റ്റിംഗ് നടത്തുന്നത്, നമുക്ക് കാലി വേണം. ഓക്കെ, അപ്പൊ കാലിയിലേക്ക് നമുക്ക് വൈഫൈ അഡാപ്റ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈഫൈ അഡാപ്റ്റർ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. ദെൻ സെറ്റിങ്സിൽ പോവാം. ഇവിടെ USB എന്ന പാർട്ടിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഏതാണോ ആഡ് ചെയ്ത ഡിവൈസുകൾ, ഈ USB എന്നുള്ള സെക്ഷൻ വൈഫൈ അഡാപ്റ്റർ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ബേസ് സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ഏതൊരു പെൻഡ്രൈവ് ആവട്ടെ, ഡിവൈസ് ആവട്ടെ, എല്ലാം കാലിയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, USB ഡിവൈസുകളൊക്കെ കാലിയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. അതിൽ എന്താണോ നമുക്ക് കാലിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, എനിക്കിവിടെ എന്താണ്, ഈ ഒരു അഡാപ്റ്റർ ആണ് കാലിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൊടുക്കുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു അഡാപ്റ്റർ എൻ്റെ കാലിയിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, സിസ്റ്റം കാലി എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കുക. ഓക്കെ, കാലി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ അഡാപ്റ്ററിന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അഡാപ്റ്റർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എന്തായിട്ടുണ്ട്, കണക്ഷൻ ഇവിടെയുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല, ചില സമയത്ത് നിങ്ങൾ അവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ USB വരിക, ഇവിടെ നിങ്ങളുടെ അഡാപ്റ്റർ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ കണ്ടില്ല എങ്കിൽ അഡാപ്റ്റർ ഇവിടെ വരിക, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ അഡാപ്റ്റർ ഇവിടെ കാണിക്കാൻ കാണുള്ളൂ. ദെൻ അഡാപ്റ്റർ കണക്ട് ആയോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് IW എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ WLAN 0 അല്ലെങ്കിൽ IF കോൺഫിഗ്, നമ്മൾ സാധാരണ കൊടുക്കൽ IF കോൺഫിഗ് എന്നാണല്ലോ. മനസ്സിലാക്കുക, IF കോൺഫിഗ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും പറയും IP അഡ്രസ്സ് കാണാനാണെന്ന്. IP അഡ്രസ്സ് കാണാനല്ല IF കോൺഫിഗ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർഫേസുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിലൊരു ഇന്റർഫേസ് ആണ് എതർനെറ്റ് 0. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരും, അവിടെയാണ് നമ്മൾ IP അഡ്രസ്സ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തും കാണുന്നുണ്ട്, WLAN 0 എന്നും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിവിടെ വയർലെസ് അഡാപ്റ്റർ വർക്കിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് IF കോൺഫിഗ്, എപ്പോഴെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് IF കോൺഫിഗ്, സൂപ്പർവൈസർ ആവണല്ലോ, IF കോൺഫിഗ് വർക്ക് ആവുന്നത് സൂപ്പർവൈസർ ആവും. സോ IF കോൺഫിഗ് WLAN 0 ഡൗൺ. ചില സമയത്ത് നമുക്കിത് റീസ്റ്റാർട്ട് ഒന്ന് ഓഫാക്കി ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഈ രീതിയിലാണ്, IF കോൺഫിഗ് WLAN 0 ഡൗൺ. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ WLAN 0 കാണില്ല എന്ന് പറഞ്ഞാൽ വൈഫൈ അഡാപ്റ്റർ ഇപ്പം എന്തായി, ഡൗൺ ആക്കി. അത് ഇനി എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് വീണ്ടും ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി IF കോൺഫിഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈഫൈ അഡാപ്റ്റർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് ഡൗൺ ചെയ്യാം, ജസ്റ്റ് അപ്പ് ചെയ്യാം. ഓക്കെ, IF കോൺഫിഗ് WLAN 0, IF കോൺഫിഗ് സ്പേസ് ഇന്റർഫേസിന്റെ പേര് അത് WLAN 0 ആണ്. ഇനി ഇവിടെ രണ്ട് വൈഫൈ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ WLAN 1, 2, എതർനെറ്റ് പോലെ തന്നെ എതർനെറ്റ് 0, 1, 2, 3 എന്നൊക്കെ വരുന്ന പോലെ തന്നെ ഇതും ആ ഒരു ഓർഡറിൽ വരും. അപ്പൊ ഏത് അഡാപ്റ്റർ ആണോ അല്ലെങ്കിൽ ഏത് ഇന്റർഫേസ് ആണോ നമുക്ക് ഇതേപോലെ റീസെറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, IF കോൺഫിഗ് അഡാപ്റ്ററിന്റെ പേര് ഡൗൺ, അപ്പ്. ഓക്കെ, ദെൻ ഓക്കെ, IW കോൺഫിഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓക്കെ സോറി. അപ്പൊ എന്തായി, വൈഫൈ അഡാപ്റ്റർ ഇപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയി. ഓക്കെ, ഇനി മനസ്സിലാക്കണം, നമ്മുടെ വൈഫൈ അഡാപ്റ്ററുകൾക്ക്
നോർമലി രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് മാനേജ്ഡ് മോഡും മറ്റൊന്ന് മോണിറ്റർ മോഡും. ഒന്ന് മാനേജ്ഡ് മോഡും മറ്റൊന്ന് മോണിറ്റർ മോഡും. ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമ്മളുടെ വൈഫൈ അഡാപ്റ്ററുകൾക്ക് വരുന്നത്. മാനേജ്ഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡീഫാൾട്ട് വർക്കിംഗ്, നമ്മളുടെ വൈഫൈ അഡാപ്റ്ററുകളുടെ ഡീഫാൾട്ട് വർക്കിംഗ് എന്താണ്? വൈഫൈ ആക്സസ് പോയിന്റുകളിലേക്ക് കണക്ട് ആവുക, എന്നിട്ട് അതേപോലെ നമുക്ക് ആവശ്യമുള്ള ആക്സസ് പോയിന്റിൽ കണക്ട് ആവുക, ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. ഇതാണ് നോർമൽ ഒരു വൈഫൈ അഡാപ്റ്റർ. നമ്മുടെ ഫോണിലുണ്ട്, ഡിവൈസുകളിലുണ്ട്, ഇതൊക്കെ ഇതാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മോഡ് ഏതാണ്? മാനേജ്ഡ് മോഡാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഒരു പെൻടെസ്റ്റർക്ക് ആവശ്യം മാനേജ്ഡ് മോഡല്ല, മോണിറ്റർ മോഡാണ്. നമുക്ക് സറൗണ്ടിങ്ങിലുള്ള നിരീക്ഷിക്കാനാണ് നമുക്ക് വൈഫൈ അഡാപ്റ്റർ. പെൻടെസ്റ്റിങ്ങിന്റെ സമയത്ത് നമുക്ക് വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മോഡ് എന്താക്കണം? മോണിറ്റർ മോഡിലേക്ക് മാറ്റണം. ഓക്കെ, മോണിറ്റർ മോഡ് എന്താണ്? മാനേജർ മോഡിനെ ഡിസബിൾ ചെയ്തുകൊണ്ട് മോണിറ്റർ മോഡ് എനബിൾ ആവും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? അത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് സറൗണ്ടിങ്ങിലുള്ള വൈഫൈ ആക്സസ് പോയിന്റുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മോണിറ്റർ മോഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി അതിനെന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ അത് ഏത് മോഡിലാണ്? മാനേജ്ഡ് മോഡിലാണ്. വൈഫൈന്റെ നോർമൽ ഫംഗ്ഷൻ IW കോൺഫിഗ് ഒന്നുകൂടി അടിക്കുന്നു, ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അത് മാനേജ്ഡ് മോഡിലാണ്. അതിന്റെ അർത്ഥം നമുക്ക് നോർമലി ഒരു ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൊത്തം നെറ്റ്വർക്കിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും ആവശ്യം വരും. എപ്പോഴെങ്കിലും മൊത്തം നെറ്റ്വർക്കിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സിസ്റ്റം CTL റീസ്റ്റാർട്ട് നെറ്റ്വർക്ക് മാനേജർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, മൊത്തം നെറ്റ്വർക്കിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണിച്ച പോലെ തന്നെ ഇവിടെ ഡിവൈസസിൽ പോയിട്ട് ഇതൊന്ന് അൺപ്ലഗ് ചെയ്തിടാം. അപ്പോൾ നമുക്കിവിടെ അഡാപ്റ്റർ ഇവിടെ കാണിക്കില്ല. കണ്ടോ, നമ്മുടെ വൈഫൈ അഡാപ്റ്ററിന്റെ ഓപ്ഷൻസും കാര്യങ്ങളും പോയി. IW കോൺഫിഗ് ഇവിടെ നമുക്ക് WLAN 0ന്റെ ഇൻഫർമേഷൻ ഇല്ല. ഓക്കെ, IF കോൺഫിഗിലും കാണത്തില്ല. ദെൻ വീണ്ടും അത് അവരുടെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ USB ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കുറച്ച് സമയം എടുക്കും അതൊന്ന് കണക്ട് ചെയ്ത് വരാം. അപ്പൊ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു അഡാപ്റ്റർ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സുകൾ ആവശ്യം വരും. അതിനാണ് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയത്. ഓക്കെ, വൈഫൈ അഡാപ്റ്റർ വർക്കിംഗ് ആയി. ചില സമയത്ത് നമുക്കിത് ആവശ്യം വരും. കണ്ടോ, അപ്പം വീണ്ടും പറയാണ്, വൈഫൈ അഡാപ്റ്ററിന് രണ്ട് മോഡുകളുണ്ട്. IW കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ വൈഫൈ അഡാപ്റ്ററിന് ഇപ്പൊ കണക്ട് ചെയ്താണ് വൈഫൈ അഡാപ്റ്ററിന്. ഓക്കെ, അത് ഓട്ടോ മോഡിലായി വന്നു. ഓക്കെ, ഓട്ടോ മോഡ് മാനേജ്ഡ് മോഡ് തന്നെയാണ് ഓട്ടോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഒരു വൈഫൈ നോർമൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഏതെങ്കിലും വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാസ്വേഡ് കൊടുക്കുക, അത് യൂസ് ചെയ്യാം. ഓക്കെ, മാനേജ്ഡ് മോഡ് തന്നെയാണ് ഇവിടെ ഓട്ടോ മോഡ് എന്നും പറയുന്നത്. നോർമൽ യൂസിങ്. ഓക്കെ, നോർമൽ നമ്മുടെ എല്ലാ വൈഫൈ അഡാപ്റ്ററുകളും ഈ പറഞ്ഞ പോലെ ഓട്ടോ മോഡോ മാനേജ്ഡ് മോഡോ ആയിരിക്കും. എന്നാൽ നമുക്കിത് ആവശ്യം എങ്ങനെയാണ്? നമുക്കിത് പെൻടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റേണ്ടത് മോണിറ്റർ മോഡിലേക്കാണ്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ മോഡിലേക്ക് അത് സ്വിച്ച് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ കണക്ഷൻ ഒന്ന് IF കോൺഫിഗ് WLAN 0 ഡൗൺ നമ്മൾ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, അഡാപ്റ്ററിനെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടാണ് നമ്മളത് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ എയർമോൺ 5 സ്റ്റാർട്ട് WLAN 0. ഓക്കെ, നമ്മൾ അതിനെ ഇങ്ങോട്ട് മാറ്റി മോണിറ്റർ മോഡിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ മോണിറ്റർ മോഡ് എനബിൾ ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്തായി? WLAN 0 എന്താണ്? ഡൗണിലാണ്. ഇനി എന്താക്കണം? IF കോൺഫിഗ് WLAN 0 അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് IW കോൺഫിഗ് നോക്കുമ്പോൾ ഓക്കെ, നമ്മളുടെ മോഡ് എന്തായിട്ട് മാറി? മോണിറ്റർ മോഡിലേക്ക് മാറി. ഇനി നമ്മളിവിടെ എന്താണ്? നമുക്കിവിടെ അവൈലബിൾ നെറ്റ്വർക്ക് ഒന്നും കാണുന്നുണ്ടാവില്ല. കാരണം നോർമൽ ഫംഗ്ഷനിലേക്ക് നോർമൽ വൈഫൈ അഡാപ്റ്ററിന്റെ ടാസ്ക് അല്ല ഇനി ചെയ്യാനുള്ളത്. മാനേജ്ഡ് മോഡിലും ഓട്ടോ മോഡിലും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിവൈസിനെ കണക്ട് ചെയ്ത് ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാമായിരുന്നു. ഇനി ആ ഒരു ഓപ്ഷൻ അല്ല നമുക്കുള്ളത്. നമ്മളുടെ ഓപ്ഷൻ മാറി. ഇനി നമ്മൾ മോണിറ്റർ മോഡിലാണ്. ഓക്കെ,
മോണിറ്റർ മോഡിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എയറോ ഡംബെഞ്ചി. ഓക്കെ, നമ്മൾ ഈ വയർലെസ് പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് എയറോ ഡംബെഞ്ചി, എയർ ക്രാക്ക് എൻജി, എയർപ്ലേ എൻജി. ഓക്കെ, നമ്മൾ ഒക്കെ എല്ലാം ഇവിടെ കാണും. ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എയർ ക്രാക്ക് എൻജി ഇൻസ്റ്റാൾ ചെയ്തോളൂ. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ എല്ലാ ടൂളുകളും ഒരുമിച്ച് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, ഇതൊരു ഫാമിലി ടൂൾസ് ആണ്. എയറോ ഡംബെഞ്ചി, എയർ ക്രാക്ക് എൻജി, പിന്നെന്താണ് എയർപ്ലേ എൻജി. ഓക്കെ, ഇതൊക്കെ എയറോ ഡംബെഞ്ചി, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്കുകൾ കാണണം. അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് എയറോ ഡംബെഞ്ചി. ഓക്കെ, എയറോ ഡംബെഞ്ചി. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒരു ഹൈഫൺ ഉണ്ട്, എയറോ ഡംബ് ഹൈഫൺ എൻജി. ഈ എൻജിക്ക് മുന്നേക്ക് ഒരു ഹൈഫൺ ഉണ്ട്. എയർപ്ലേ എൻജിയിലാണെന്നുണ്ടെങ്കിലും എയർപ്ലേ ഹൈഫൺ എൻജി, അങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എയറോ ഡംബെഞ്ചി വെച്ചിട്ട് ഏത് ഇന്റർഫേസിലുള്ളതാണ് കാണേണ്ടത്? WLAN0 എന്ന് പറയുന്ന ഇന്റർഫേസിൽ കാണുന്ന ആ അഡാപ്റ്റർ ഉപയോഗിച്ച് സറൗണ്ടിങ്ങിലുള്ള ഇന്റർഫേസുകൾ മൊത്തം, ആക്സസ് പോയിന്റുകൾ മൊത്തം നമുക്ക് കാണണം. എയറോ ഡംബെഞ്ചി ഹൈഫൺ WLAN0 ഓക്കെ എന്ന് കൊടുത്ത് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സറൗണ്ടിങ്സിലുള്ള എൻ്റെ വൈഫൈ അഡാപ്റ്ററുകൾ മൊത്തം കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സറൗണ്ടിങ്ങിലുള്ള ഓരോ അഡാപ്റ്ററുകളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അഡാപ്റ്ററുകളല്ല, ആക്സസ് പോയിന്റുകൾ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. DSSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് പോയിന്റുകളുടെ നെയിം അല്ല, മാക് അഡ്രസ്. ഇവിടെ നമ്മൾ ESSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആക്സസ് പോയിന്റുകളുടെ നെയിം, RTWS 2.4, RT Zone 2 and 3, Asianet Fiber, RT Zone 2.4. ഓക്കെ, ഈ കാണുന്നതൊക്കെ എന്താണ്? ആക്സസ് പോയിന്റുകളാണ്. ഓക്കെ, ആക്സസ് പോയിന്റുകൾ ഇതാണ്. ഇവിടേക്കൊക്കെയാണ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യേണ്ടത്. ദെൻ ഇവരുടെയൊക്കെ മാക് അഡ്രസ് ആണ് ഇവിടെ സൈഡിൽ കാണിക്കുന്നത്, BSSID എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ദെൻ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചാനൽസ്. ഇതിന്റെ ഓരോന്നിന്റെയും ചാനൽ നമ്പറുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഓരോ ആക്സസ് പോയിന്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാനൽ നമ്പർ നമ്മൾ ഇതിന്റെ അടുത്ത ടൂളുകളൊക്കെ റൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, ദെൻ അവർ യൂസ് ചെയ്തിരിക്കുന്ന എൻക്രിപ്ഷൻ പ്രോട്ടോകോൾ WPA2. ഓക്കെ, ഏത് എൻക്രിപ്ഷൻ പ്രോട്ടോകോൾ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നമുക്ക് ഈ നമ്പേഴ്സ് അവിടെ ആവശ്യമില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ, ഏതാണ് തൊട്ടടുത്തുള്ള നെറ്റ്വർക്കുകൾ, ഏറ്റവും ഫാസ്റ്റ് ആയ നെറ്റ്വർക്കുകൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യം വരും. ഓക്കെ, -40 റേഞ്ചിൽ കാണുന്നത്, -40 അല്ലെങ്കിൽ -30 അല്ലെങ്കിൽ -50, ഈ ഒരു റേഞ്ചിൽ കാണുന്ന ആക്സസ് പോയിന്റുകളായിരിക്കും നമ്മളോട് ഏറ്റവും തൊട്ടടുത്ത് അല്ലെങ്കിൽ പവർ ആയിട്ടുള്ളത്. ഓക്കെ, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളത്, നമുക്ക് ഏറ്റവും റേഞ്ച് കിട്ടുന്നത് അവരായിരിക്കും. -40ന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 അങ്ങോട്ട് 10 ഇങ്ങോട്ട്, -50 അല്ലെങ്കിൽ -30, ആ റേഞ്ചിൽ കാണുന്ന ഏതെങ്കിലും ഒരു ആക്സസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ നെറ്റ്വർക്കിനോട് ഏറ്റവും തൊട്ടടുത്തിട്ടുണ്ടാവും. ഓക്കെ, ബാക്കി കാണുന്ന റേഞ്ച് ഒക്കെ എന്താണ്? കുറച്ച് അകലം, കുറച്ചും കൂടി എന്താണ്, റേഞ്ച് സിഗ്നൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്ര ഇൻഫർമേഷൻസ് മനസ്സിലാക്കാം. ദെൻ ഇവിടെ MB എന്ന് കാണുന്നിടത്ത്, അതേപോലെ ഡാറ്റ ബീക്കോൺസ്, ഇവിടെയൊക്കെ നമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ, കൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഏറ്റവും കൗണ്ട് ഉള്ളതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പാക്കറ്റ് കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ. ഓക്കെ, ഇവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പാക്കറ്റ്സുകൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബിസി ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ അതായിരിക്കും. ക്ലയൻസുകളുള്ള നെറ്റ്വർക്കും അവരായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. നമുക്ക് ചാനൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചാനൽ നമ്പർ നോക്കുക, തൊട്ടടുത്തുള്ള പവർ നെറ്റ്വർക്ക് ഏത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും തൊട്ടടുത്തുള്ളത് ഏതാണ്, ഏത് റേഞ്ചിലുള്ളതാണെന്ന് മനസ്സിലാക്കുക. SSID, ESSID, ഓക്കെ, വൈഫൈന്റെ പേര്, ആക്സസ് പോയിന്റിന്റെ പേര് നമുക്കിവിടെ കാണുന്നുണ്ട്. എൻക്രിപ്ഷൻ ടൈപ്പ്, ചാനൽ നമ്പർ. ഓക്കെ, ഓരോ ആക്സസ് പോയിന്റിനും ഓരോ ചാനൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ടാർഗറ്റ് നമുക്ക് ഏതും എടുക്കാം. RT Zone 1 2.4G എടുക്കാം, അല്ലെങ്കിൽ 2.3, ഇതിൽ ഏതും നമുക്ക് എന്ത് ആയിട്ട് എടുക്കാം? ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് നമ്മളുടെ ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നത് ഈ പറയുന്ന RT Zone 2 and 3 2.4G എന്നതിനെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അതിനെ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ആക്സസ് പോയിന്റ് എടുക്കാം, RT Zone 1. ഓക്കെ, RT Zone 1നെ എടുക്കാം.
അപ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന്റെ BSSID നമുക്ക് ആവശ്യമുണ്ട്, അതേപോലെ ചാനൽ നമ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അതെങ്ങനെയാണ്, അതിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രം നമുക്കിനി അവരിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആക്സസ് പോയിന്റിലേക്ക് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രം ഇനി ആക്സസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എയറോ ഡംബെൻജി -- BSSID, ഓക്കെ, ആ ഒരു MAC അഡ്രസ് മാത്രം നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ചാനൽ നമ്പർ -C1, പിന്നെ ഏതാണ് ഇന്റർഫേസ്, WLAN 0 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇന്റർഫേസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അവിടെ ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അവിടെ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി, ഈ സെക്ഷന് ഇതിന് താഴെ ഈ ഒരു ലൈനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന്റെ അർത്ഥം അവിടെ ഒരു ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട്. ആ ഡിവൈസിന്റെ MAC അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ പറയുന്ന RT-Zone 2.4G എന്ന് പറയുന്ന ഈ ഒരു ആക്സസ് പോയിന്റിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലായി. ഇപ്പോൾ ഒരു യൂസർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു യൂസർ ഉണ്ട്. ഓക്കെ, ഒരു യൂസർ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ യൂസറിന്റെ MAC അഡ്രസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവർ തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ഇവർ കമ്മ്യൂണിക്കേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വൈഫൈന്റെ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മളുടെ ടാസ്ക്. ഇനി ഈ ഒരു പാസ്വേഡിന്റെ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കാം. വൈഫൈ എങ്ങനെയാണ് പാസ്വേഡുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, വീട്ടിൽ വൈഫൈ ഉണ്ട്, കമ്പനിയിൽ ഓഫീസിലൊക്കെ വൈഫൈ ഉണ്ട്, കോളേജിലൊക്കെ വൈഫൈ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് അതിൽ കണക്ട് ചെയ്യുന്നത്? അതിന്റെ ഒരു പാസ്വേഡ് നമുക്കറിയാം. നമ്മൾ ആ പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ എൻ്റർ അടിക്കുന്നു, കണക്ട് എന്ന് കൊടുക്കുന്നു. ദെൻ ആ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ അത് പാസ്വേഡ് ആക്സസ് പോയിന്റിലേക്കുള്ള കണക്ഷൻ നമുക്ക് ഓക്കെ ആവുന്നു, നമ്മൾ അതിലേക്ക് കണക്ട് ആവുന്നു, പിന്നെ വൈഫൈ നമ്മൾ ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ആക്സസ് പോയിന്റിലേക്ക് കണക്ഷൻ എടുക്കുന്നത്. അപ്പൊ അവിടെ ബിഹൈൻഡിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് കൊടുക്കുന്ന സമയത്ത് ഈ വൈഫൈ പാസ്വേഡ് WPA2 എൻക്രിപ്ഷൻ അത് ഹാഷിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്, ഹാഷ് വാല്യൂവിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഷിന്റെ പ്രത്യേകത എന്താണ്, ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂ ഹാഷ് വാല്യൂവിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചത് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഹാഷ് വാല്യൂ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് കൊടുക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്, ആ ഹാഷ് പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂ, ആ പാസ്വേഡ് ഒരു ഹാഷ് വാല്യൂയിലേക്ക് കൺവേർട്ട് ആവും. ദെൻ ആ ഹാഷ് വാല്യൂ ആണ് എവിടെ പോകുന്നത്, റൗട്ടറിലേക്ക് പോകുന്നത്, ആക്സസ് പോയിന്റിലേക്ക് പോകുന്നത്. RT-Zone 2.4G എന്ന് പറയുന്ന ഈ റൗട്ടറിലേക്ക് ആ ഒരു ഹാഷ് വാല്യൂ ആണ് പോകുന്നത്. ദെൻ ആ ഹാഷ് വാല്യൂ അവിടെ എത്തി, ആ റൗട്ടറും ഇതേപോലെ റൗട്ടറിന്റെ കയ്യിൽ ഒറിജിനൽ പാസ്വേഡ് ഉണ്ട് ഉള്ളിൽ, പക്ഷെ റൗട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഹാഷ് ആക്കിയിട്ട് ആ ഹാഷ് വാല്യൂ ആണ് പുറത്ത് വെക്കുന്നത്. ദെൻ നമ്മൾ കൊടുത്ത ഹാഷ് വാല്യൂ ആ ഹാഷ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നു, ആ നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ തരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ മനസ്സിലായല്ലോ, നമ്മുടെ ഫോണിൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് കൊടുക്കുമ്പോൾ അതൊരു ഹാഷ് വാല്യൂയിലേക്ക് WPA2 ഹാഷ് വാല്യൂയിലേക്ക് അത് കൺവേർട്ട് ആവുന്നുണ്ട്. ദെൻ ആ ഒരു ഹാഷ് വാല്യൂയിലേക്ക് അത് കൺവേർട്ട് ആയതിനു ശേഷം അത് റൗട്ടറിൽ പോകുന്നു. റൗട്ടറിൽ ഒരു ഹാഷ് വാല്യൂ ഉണ്ടാവും, ഒറിജിനൽ പാസ്വേഡിന്റെ ഹാഷ് വാല്യൂ ഉണ്ടാവും, അത് വെച്ച് മാച്ച് ചെയ്ത് നോക്കുന്നു. ഹാഷ് വാല്യൂ എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഒരു വാല്യൂവിന് ഹാഷ് വാല്യൂ, ഒരു പ്ലെയിൻ ടെക്സ്റ്റിന് എപ്പോഴും ഒരു ഹാഷ് വാല്യൂ യുണീക്ക് ആയിരിക്കും. രണ്ട് വാല്യൂ യുണീക്ക് ആണെങ്കിൽ മാത്രം നമുക്ക് കണക്ഷൻ തരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കണക്ട്, കണക്ഷൻ നമുക്ക് തരുന്നില്ല. അപ്പൊ നമ്മളോട് ഫോണിൽ നമ്മൾ കാണിച്ചു തരും, വൈഫൈ പാസ്വേഡ് ഇൻകറക്റ്റ് പാസ്വേഡ് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ അതിന്റെ ബിഹൈൻഡിൽ ഇതാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഈ പ്രോസസ്സിനെയാണ് WPA ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. WPA ഹാൻഡ് ഷേക്ക് ത്രൂ ആണ് ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ആകുന്നത് എന്നുള്ള കാര്യം, ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കണം, പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂ അല്ല നെറ്റ്വർക്കിലേക്ക് ഷെയർ ചെയ്യുന്നത്, ഹാഷ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടത് എന്താണ്, ഹാഷ് വാല്യൂ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, ഇതിന്ന് എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്നു. ഈ കമാൻഡ് നോക്കി വെക്കുക, ഇത് തന്നെയാണ് നമുക്ക് റൺ ചെയ്യാനുള്ള കമാൻഡ്. കാരണം ഇത് റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നെറ്റ്വർക്കിലേക്കുള്ള എന്ന് പറഞ്ഞാൽ RT-Zone 2.4Gയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് ഈ ഒരു കമാൻഡ് ത്രൂ തന്നെയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ഫയലിലേക്ക് സൂക്ഷിച്ചു വെക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ -W ഒരു ഫയലിന്റെ പേര് കൊടുക്കും. ഞാൻ ജസ്റ്റ് ഗ്രീൻ എന്ന് കൊടുക്കുന്നു, ഗ്രീൻ. ഓക്കെ, ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രോസസ് തന്നെ നടക്കും. പിന്നെ എന്തുകൂടി നടക്കും, ഇതിന്റെ ബിഹൈൻഡിൽ നടക്കുന്ന എല്ലാ പാക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഈ ഗ്രീൻ എന്ന് പറയുന്ന വേർഡ് ലിസ്റ്റ് ഫയലിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ,
ദെൻ ഞാനിവിടെ സ്ക്രീൻ ഒന്നും കൂടി 2 സ്ക്രീൻ ആക്കുന്നു. ഇവിടെ നമുക്ക് വേറൊരു ടൂൾ കൂടി റൺ ചെയ്യാം. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓൾറെഡി കണക്ട് ആയ 2 ഡിവൈസുകളാണ്. ഇവിടെ 2 ഡിവൈസുകൾ കണക്ട് ആയിരുന്നു അല്ലെ? 2 ഡിവൈസുകൾ ഉണ്ട്. ഈ 2 ഡിവൈസുകൾ ഓൾറെഡി എന്താണ് ഈ നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുണ്ട്. RT Zone 2.4G എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ അവരെങ്ങനെ കണക്ട് ആയിട്ടുണ്ടാവുക? അവർ ഈ പാസ്വേഡ് കൊടുത്തിട്ടായിരിക്കും കണക്ട് ആയിട്ടുണ്ടാവുക അല്ലെ? അവർ ഒറിജിനൽ പാസ്വേഡ് കൊടുത്തുകൊണ്ടാണ് അവർ കണക്ട് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ 2 ഡിവൈസുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ 2 ഡിവൈസുകൾ ഇവിടെ കണക്ട് ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് നടക്കുന്നുണ്ട്? ഈ WPA ഹാൻഡ് ഷേക്ക് നടക്കുന്നുണ്ട്. കാരണം അവരുടെ കയ്യിൽ ഒറിജിനൽ പാസ്വേഡ് ഉണ്ട്. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് WPA ഹാൻഡ് ഷേക്ക് നടത്തുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് അവർ WPA ഹാൻഡ് ഷേക്ക് നടത്തുന്നുണ്ടാവുക? അവരാരെങ്കിലുമൊക്കെ ഡിസ്കണക്ട് ആയിട്ട് കണക്ട് ആവുന്ന സമയത്തോ, ഓക്കെ, അല്ലെങ്കിൽ റൗട്ടറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഒന്ന് ഡിസ്കണക്ട് ആയിട്ട് കണക്ട് ആവുന്ന സമയത്തോ, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഡിസ്കണക്ട് ആവാൻ ഒരുപാട് കാരണമുണ്ട്. നമ്മൾ പുറത്തു പോകുന്ന സമയം, ഓക്കെ, നമ്മൾ ഫോണ് കൊണ്ട് നമ്മൾ പുറത്തു പോകുന്ന സമയം, ആ റേഞ്ചിന്റെ പരിധിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന സമയം, സിസ്റ്റം ഒന്ന് ഹാങ് ആവുന്ന സമയം, പവർ ഒന്ന് ഓഫായി ഓൺ ആവുന്ന സമയം, ഇതൊക്കെ ആയിക്കോട്ടെ, ഈ സമയത്തൊക്കെ എന്ത് നടക്കും? ഇവർ തമ്മിൽ WPA ഹാൻഡ് ഷേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും കണക്ട് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഈ നെറ്റ്വർക്കിലുള്ള ഒരാൾ പുറത്തു പോയിട്ട് വീണ്ടും ഇതേ നെറ്റ്വർക്കിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ അതിലേക്ക് കണക്ട് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ സേവ് ചെയ്തിച്ച പാസ്വേഡ് വഴി ഹാഷ് വാല്യൂ ജനറേറ്റ് ആയി വീണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡ് ഷേക്ക്, WPA ഹാൻഡ് ഷേക്ക് നടന്നിട്ടാണ് അവർ വീണ്ടും വീണ്ടും ഇതിലേക്ക് കണക്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവർ നടത്തുന്ന WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്യണം. പക്ഷെ അവർ കണക്ട് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. കാരണം അവർ ഒരു തവണ WPA ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് അവർ കണക്ട് ആയിട്ട് നിന്നിട്ടാണ് ഇനി കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത്. അപ്പൊ ഈ സമയത്ത് ഇനി നമുക്ക് എന്ത് നടക്കില്ല? WPA ഹാൻഡ് ഷേക്ക് ആ മോണിറ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല, കിട്ടില്ല. ഓക്കെ, നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ തീരുമാനിച്ചാലൊന്നും നമുക്ക് അത് കിട്ടില്ല. കാരണം അവർ ഓൾറെഡി അതിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, ആരെങ്കിലും ഒക്കെ കണക്ഷൻ നടത്തുമ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ WPA ഹാൻഡ് ഷേക്ക് നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഹാൻഡ് ഷേക്ക്. കാരണം WPA ഹാൻഡ് ഷേക്ക് അവർ റൗട്ടറിന് കൊടുക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എടുക്കാൻ പറ്റും, ആ ഹാഷ് വാല്യൂ. കാരണം WPA ഹാൻഡ് ഷേക്കിന് മുന്നേ കണക്ഷൻ ആയ ഡിവൈസ് പോലും എന്താണ്? പുറത്തുള്ള ഡിവൈസ് ആണ്. WPA ഹാൻഡ് ഷേക്കിന് ശേഷമാണ് അത് സക്സസ് ആയാൽ മാത്രമാണ് അതിന്റെ ഉള്ളിലെ ഡിവൈസ് ആവുന്നത്. അതിന്റെ ഉള്ളിലെ ഡിവൈസ് ആയാൽ മാത്രമാണ് പിന്നെ അവർ തമ്മിൽ എൻക്രിപ്ഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ WPA ഹാൻഡ് ഷേക്ക് അവർ എന്താണ്? എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, കാരണം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുവഴി അവരുടെ ഹാഷ് വാല്യൂ എടുക്കാൻ പറ്റും. ദെൻ പിന്നീട് ആ ഹാഷ് വാല്യൂ ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവരെ കൊണ്ട് WPA ഹാൻഡ് ഷേക്ക് ചെയ്യിപ്പിക്കണം. അതിനെന്താണ് ഒരു പണി? ഒന്നില്ലെങ്കിൽ അവര് നെറ്റ്വർക്കിൽ നിന്ന് പുറത്തു പോയി അകത്ത് കയറുന്നവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് ഇനി ആരെങ്കിലും ഒക്കെ കണക്ഷൻ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഡിസ്കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് വീണ്ടും കണക്ട് ചെയ്യിപ്പിക്കണം. നമ്മൾ അങ്ങനെ ഒരു വഴിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ജാമർ ഒക്കെ സിനിമയിൽ? അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ജാമർ വെച്ചിട്ട് നമ്മൾ ജാമിങ് ചെയ്യുന്നത്, സിഗ്നൽ ജാമിങ്. എന്തിനാണ്? സിഗ്നൽ ജാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൊബൈലിലേക്ക് വരുന്ന സിഗ്നൽസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേസമയം അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അവരുടെ സിഗ്നൽസിനെ ജസ്റ്റ് ഒന്ന് ജാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ജാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരൊന്ന് ഡിസ്കണക്ട് ആവും, പിന്നെയും അവർ കണക്ട് ആവും. ആ സമയത്ത് ഹാൻഡ് ഷേക്ക് നടക്കും. ഹാൻഡ് ഷേക്ക് നടന്നാൽ ആ ഹാൻഡ് ഷേക്ക് വാല്യൂ, ഹാഷ് വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പ്രോസസ്സിന് ഒരു ടേം പറയും ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറയും. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക്. എന്റെ കയ്യിലുള്ള വൈഫൈ അഡാപ്റ്റർ വളരെ ചെറിയൊരു വൈഫൈ അഡാപ്റ്റർ ആണ്. വൈഫൈ അഡാപ്റ്റർ 1 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ ഒക്കെ വൈഫൈ അഡാപ്റ്ററുകൾ ഉണ്ട്. ഞാൻ പോയിട്ട് 500 രൂപന്റെ ഒരു ചെറിയ വൈഫൈ അഡാപ്റ്റർ, ഈ അറ്റാക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെറിയൊരു അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഇതുകൊണ്ട് ഞാൻ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അത്ര വലിയൊരു ഫോഴ്സ്ഫുള്ളി ആവില്ലെങ്കിലും നമുക്കിവിടെ ടാസ്ക് നടക്കും. പക്ഷെ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്സസ് ഇതേപോലത്തെ ഒരു അഡാപ്റ്റർ കൊണ്ട് നിങ്ങൾ ഒരു ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഇന്റർനെറ്റ് കിട്ടില്ല. അവരുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ക്ലയന്റ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിലേക്ക് നമുക്ക് കണക്ഷൻ കിട്ടിയില്ലെങ്കിലും ഇതുപോലത്തെ അഡാപ്റ്ററുകൾ യൂസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഡി ഓതന്റിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള യൂസേഴ്സിന് ഇന്റർനെറ്റ് കിട്ടാതെ അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഇതേ ടൂളും ഇതേ കമാൻഡും തന്നെ റൺ ചെയ്യേണ്ടത്, പക്ഷെ കപ്പാസിറ്റി കൂടി അഡാപ്റ്റർ യൂസ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ TP ലിങ്കിന്റെ 650 700 രൂപ വരുന്ന ഒരു അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും അഡാപ്റ്റർ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് പർച്ചേസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അഡാപ്റ്റർ പവർഫുൾ വാങ്ങുന്നവരും എന്താണ് ഇതിന്റെ റേഞ്ചിങ് കപ്പാസിറ്റിയും ഇതുപോലെയുള്ള ഡി ഓതന്റിക്കേഷൻ പോലെയുള്ള അറ്റാക്കുകൾ നടത്താൻ കുറച്ചുകൂടി പവർഫുള്ളും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടത്തണം. അതിനുവേണ്ടി നമ്മൾ റൺ ചെയ്യുന്ന ടൂളാണ് എയർപ്ലേ എൻജിൻ. ഞാൻ സൂപ്പർ യൂസർ ആവുന്നുണ്ട്. ഓക്കെ, എയർപ്ലേ എൻജിൻ. ഓക്കെ, എയർപ്ലേ എൻജിൻ എന്ന് പറയുന്ന ഈ ഒരു ടൂളാണ് നമ്മൾ അതിന് റൺ ചെയ്യേണ്ടത്. ദെൻ
നമുക്ക് ഏതുതരം അറ്റാക്കാണ് നടത്തേണ്ടത്? ഡി ഓതന്റിക്കേഷൻ, ഡി ഓത്ത്. ഓക്കെ, ഇത് ഡി ഓത്ത് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് -0 ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, മൈനസ് മൈനസ് ഡി ഓത്ത് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ -0 എന്ന് കൊടുത്താലും അത് ഡി ഓതന്റിക്കേഷൻ അറ്റാക്കിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എത്ര പാക്കറ്റ് പോകണം? ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പാക്കറ്റുകൾ പോകും. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് ഡി ഓതന്റിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ പവർഫുൾ അഡാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇന്റർനെറ്റ് കിട്ടത്തേ ഇല്ല. ഓക്കെ, അവരുടെ ഇന്റർനെറ്റ് എപ്പോഴും ഇങ്ങനെ കട്ടായിക്കൊണ്ടേയിരിക്കും, ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, അത്ര അൺലിമിറ്റഡ് ചെയ്യുന്നില്ല, ഒരു 30 എണ്ണമൊക്കെ മതി, ഒരു 30 പാക്കറ്റ് ഡി ഓതന്റിക്കേഷൻ ആയാൽ മതി. നമുക്കൊന്ന് അവർ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ആയിട്ട് കണക്ട് ആയാൽ മതി, നമുക്ക് WP ഹാൻഡ് ഷേക്ക് കിട്ടിയാൽ മതി, നടത്തിപ്പിച്ചാൽ മതി അവരെ കൊണ്ട്. ദെൻ -A എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ മാക് അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, ഈ നെറ്റ്വർക്ക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. -A എന്ന് പറഞ്ഞിട്ട് അവരുടെ മാക് അഡ്രസ്സ് കൊടുക്കുന്നു. ദെൻ WLAN 0. ഓക്കെ, ഏകദേശം എല്ലാ ഇൻഫർമേഷൻ ആയി. ദെൻ നമ്മൾ എൻ്റർ അടിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ ഡി ഓതന്റിക്കേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ എന്തുകൂടിയും കൊടുക്കുന്നു, ഇവിടെ ഇത് റണ്ണും ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ എന്തായിട്ടുണ്ടാവും, ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ഫയലിലേക്ക് ഇതിങ്ങനെ എൻ്റർ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും, വാല്യൂസ് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, വെയിറ്റ് ചെയ്യാം, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ എയർപ്ലേ എൻജിൻ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാം, നടക്കുന്നുണ്ടോ. 20 0C 86 49 AE 31. -C ഫോഴ്സ്ഫുള്ളി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒന്നുകൂടി നീറ്റ് ചെയ്തൊക്കെ കണക്ട് ആയോ എന്നുള്ളത്. ഓക്കെ, നമുക്കതില് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഏതെങ്കിലും പർട്ടിക്കുലർ ഡിവൈസിലേക്ക്, ഇവിടെ 2 ഡിവൈസ് അതിൽ കണക്റ്റഡ് ആണെന്ന് കണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷനെ മാത്രം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ -C ആ ഒരു മാക് അഡ്രസ് കൊടുക്കാം, 34:02:86:01 B5-2B. ഓക്കെ, ചാനൽ നമ്പർ 1 ആണ്. ഡി ഓതന്റിക്കേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ അല്ല, ഹാൻഡ് ഷേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഇവിടെ വരും. ഓക്കെ, WPA ഹാൻഡ് ഷേക്ക് എന്ന് പറയും. നമുക്ക് ഹാൻഡ് ഷേക്ക് ക്യാപ്ചേർഡ് ആയിട്ടുണ്ടെങ്കിൽ സംതിങ് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ചാനൽ 1-ൽ ഇത് ഡി ഓതന്റിക്കേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇടയ്ക്കെപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ നടന്നു. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ ഇപ്പൊ നടന്നു. നമ്മളിവിടെ ഇത് ക്യാപ്ചർ ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഇന്റർഫേസ് ഒന്ന് ഡൗൺ കണ്ടു. ഒരു തവണ കൂടി നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് ഗ്രീൻ എന്ന് മാറ്റിയിട്ട് ഞാൻ റെഡ് എന്നാക്കുന്നു. ഒരു തവണയും കൂടി ഈ അറ്റാക്ക് ഒന്ന് ഓൺ ആയിക്കോട്ടെ. ഓക്കെ, ഒരു തവണയും കൂടി ഞാനിത് നടത്തുന്നു.
ഓക്കെ, ഡി ഒതന്റിക്കേഷൻ അറ്റാക്ക് നടക്കുന്നുണ്ട്. കണ്ടോ, ആ ഒരു നെറ്റ്വർക്കിലേക്ക് പോകുന്ന പാക്കറ്റ്സ് നോക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ പാക്കറ്റുകൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഡി ഒതന്റിക്കേഷൻ ആയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ WP ഹാൻഡ് ഷേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാം, -C ഇവരൊന്ന് മാറ്റി നോക്കാം. മൊത്തത്തിൽ ആ റൗട്ടറിലേക്ക് ഒരു പർട്ടിക്കുലർ ഡിവൈസിന്റെ നെറ്റ്വർക്ക് ഡിസ്കണക്ട് ചെയ്യുന്നതിന് പകരം മൊത്തത്തിലേക്ക് നടത്താനാണ് ഇങ്ങനെ. മൊത്തം റൗട്ടറിലേക്ക് അത് നടക്കും. അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, വന്നിട്ടില്ല. നമുക്ക് ഇത്ര നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് 20 ആക്കി കുറച്ച് നോക്കാം. WP ഹാൻഡ് ഷേക്ക് എന്നിവിടെ കാണുന്നില്ല. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇതുകൂടി ആയില്ലെങ്കിൽ നമുക്കൊന്ന് അഡാപ്റ്റർ മാറ്റി നോക്കാം. അഡാപ്റ്റർ അല്ല, ഇന്റർഫേസ് ടാർഗറ്റിന് മാറ്റി നോക്കാം. എന്തായാലും റെഡ് എന്നുള്ളൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവസാനം ഒന്ന് ക്രാക്ക് ചെയ്ത് നോക്കാം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. വീണ്ടും നമ്മൾ aero-dump WLAN 0 റൺ ചെയ്തു. വെയിറ്റ് ചെയ്യാം, സറൗണ്ടിങ്ങിലെ നെറ്റ്വർക്ക് കാണുന്നത്. ഓക്കെ, സറൗണ്ടിൽ നെറ്റ്വർക്ക് കണ്ടു. നമുക്കിനി 2.2 and 3 ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ചാനൽ ഒരു ചാനലുള്ളൂ, അതുകൊണ്ട് ഒരു ഡീഒതന്റിക്കേഷൻ കറക്റ്റ് ആയില്ല. നമുക്ക് 7 ചാനലുള്ള മീഡിയം നോക്കാം. ഒരു ചാനൽ വരുന്നത് റയർ ആയിരിക്കും നമ്മുടെ നെറ്റ്വർക്കിൽ. WLAN 0 -PSS ID PSS ID 20 OC even. Okay, copy, paste, then -C7 WLAN 0. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര നെറ്റ്വർക്കുകൾ കണക്ട് ആയി എന്നുള്ളത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ കണ്ടതാണ്. -W എന്ന് പറഞ്ഞിട്ട് അതൊരു വേറൊരു ഫയലിലേക്ക് സൂക്ഷിച്ച് വെക്കണം, ELO. ഓക്കെ, അതേ സെയിം ടൈമിൽ നമുക്കിവിടെ എന്ത് വേണം, ഡീഒതന്റിക്കേഷൻ അറ്റാക്ക് നടത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഓക്കെ MAC അഡ്രസ്സ് ചേഞ്ച് ചെയ്തു.
ദെൻ യെല്ലോ നമ്മൾ ക്യാപ്ചറിങ് കൊടുത്തു. ക്യാപ്ചർ ആവട്ടെ. ഇടയ്ക്കൊന്ന് ഇന്റർഫേസ് ഡൗൺ ആവുന്നുണ്ട്. ഡൗൺ ആയാലും ഇഷ്യൂ ആണ്. ജസ്റ്റ് നമ്മളൊന്ന് വീണ്ടും മാറ്റി വേറെ ഫയൽ. എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണില്ല. WP ഹാൻഡ് ഷേക്ക് ഇവിടെയാണ് വരിക. യെല്ലോ മാറ്റി പർപ്പിൾ. ഇന്റർഫേസ് ഡൗൺ ആയ സ്ഥലത്താണ് WP ഹാൻഡ് ഷേക്ക് ആയി എന്നുള്ളൊരു ഇൻഫർമേഷൻ വരിക. ഓക്കെ, അവിടെ ക്യാപ്ചറിങ് തുടങ്ങി. അവിടെ വൈഫൈ ഡിവൈസ് ഒന്നും കണക്ട് ആയിട്ടില്ല. ഏതെങ്കിലും ഒരു ഡിവൈസ് അവിടെ കണക്ട് ആവണം. ഓക്കെ, അവിടെ WP ഹാൻഡ് ഷേക്ക് വന്നു. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ഡിവൈസ് കണക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡിവൈസ് ഒന്ന് കണക്ട് ആക്കി. അപ്പോൾ അവിടെ WP ഹാൻഡ് ഷേക്ക് എന്ന് കണ്ടു. നമുക്കിത് കൊടുക്കേണ്ടി വന്നില്ല. ഓക്കെ, ഞാനിനി ഡിസ്കണക്ട് ചെയ്യുന്നില്ല. ഒന്നും കൂടി നമ്മൾ ഓക്കെ പർപ്പിൾ മതി. WP ഹാൻഡ് ഷേക്ക് എന്നുള്ള ഇവിടെ കണ്ടാൽ മതി, നമുക്ക് ടാസ്ക് നടക്കും. ഞാൻ ആ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് വേണം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തതാണ്. ഓക്കെ, ഞാനത് വേറൊരു ഇതാക്കുന്നു. എല്ലാ കളറും ആയില്ലേ ഇപ്പം ഏകദേശം ഗ്രേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ചിലപ്പം ഇന്റർഫേസ് ഡൗൺ ആവുകയും ചെയ്യും. അതാണ് പറഞ്ഞത്, നല്ല പവർഫുൾ ആയിട്ടുള്ള അഡാപ്റ്ററുകൾ യൂസ് ചെയ്യാം. സിംഗിൾ അഡാപ്റ്ററുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഇഷ്യൂകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി അതിൽ കണക്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഡിവൈസുകൾ ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. ഡിവൈസുകൾ കാണുന്ന വരെ 213 2.4 ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിവൈസുകൾ വന്നതിന് ശേഷം ഡിവൈസ് കണക്റ്റഡ് ആണ്, അതിവിടെ കാണിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് WP ഹാൻഡ് ഷേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത് ഡീഓതന്റിക്കേഷൻ വഴിയല്ല നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്താലും മതി എന്ന് പറഞ്ഞു. ഞാൻ അതിലൊരു ഡിവൈസ് ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മൊബൈൽ ഫോൺ ആ ഡിവൈസിലേക്ക് ഒന്ന് ആ ഇന്റർനെറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ RTZone 2.3.4 ഞാനൊന്ന് കണക്ട് ചെയ്തു. അപ്പൊ ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്താൽ നമുക്ക് WP ഹാൻഡ് ഷേക്ക് കിട്ടും. ഓക്കെ, WP ഹാൻഡ് ഷേക്ക് അവിടെ നടക്കുന്നുണ്ടാവും. ആ സമയത്ത് നമുക്കത് ക്യാപ്ചർ ചെയ്യാനും പറ്റും. ഓക്കെ, സ്റ്റക്ക് ആയിട്ടുണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ ഇവിടെ മാറിക്കൊണ്ടേയിരിക്കും വാല്യൂസ്. ലാസ്റ്റ് വൺ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ, മാറിക്കൊണ്ടിരുന്നു. ഡിവൈസ് വരുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് ഒന്ന് നടത്തി നോക്കാം. കാരണം അവിടെ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട് ഡിവൈസുകൾ. ഇവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം എൻ്റെ ഡിവൈസ് ഇപ്പോൾ അതിൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഈ ഡിവൈസ് അല്ല, എൻ്റെ മൊബൈൽ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് കൊടുത്തു നോക്കുന്നു. കറക്റ്റ് ചാനൽ. ഇവിടെ ചില സമയത്ത് ചാനൽ കറക്റ്റ് അല്ലെങ്കിൽ ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ, ചാനൽ കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ഇന്റർഫേസ് ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണിത് ഇവിടെയും പ്രോപ്പറായിട്ട് കാണിക്കാത്തത്.
നമ്മൾ വീണ്ടും കളർ മാറ്റേണ്ടി വരും. ഇന്റർഫേസ് ഡൗൺ ആവുന്ന സമയത്താണ് ഇവിടെ BSSID നോട്ട് അവൈലബിൾ. നോ സച്ച് BSSID എന്ന് കാണിക്കുന്നത്. അത് ചെക്ക് ചെയ്യാനും ഒരു ഇതേ കമാൻഡ് ഉണ്ട്. BSSID അഡാപ്റ്റർ പോയോ എന്നുള്ളത്. AirPlay-ng --test -test WLAN 0. ശരിയായി തോന്നുന്നു. ഇവിടെ ഇന്റർഫേസ് കാണിച്ചു, നോക്കി വെക്കാൻ പറ്റും. ഓ, കറക്റ്റ് ആയിട്ടില്ല. ഇതൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതും വർക്ക് ആവാത്തത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അഡാപ്റ്റർ ഒന്ന് ഡിസ്കണക്ട് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് അത് ഇഷ്യൂ. ഓക്കെ, നമുക്ക് എന്തായാലും ആ എയർ ക്രാക്ക് ഒന്ന് നോക്കി വെക്കാം. അത് ക്രാക്ക് ചെയ്യുന്നതോടെയും കാണണമല്ലോ, ഒന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അതിൽ പർപ്പിൾ റൺ ചെയ്ത സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു അത് റൺ ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനിയൊരു വേർഡ് ലിസ്റ്റ് വേണം. ഓക്കെ, അല്ലെങ്കിൽ പാസ് ലിസ്റ്റ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് ക്രാക്ക് ചെയ്യാം. നമുക്ക് പാസ്വേഡ് ഒരു ഫയൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ആ പാസ്വേഡുകൾ നമ്മൾ ക്രാക്ക് ചെയ്യണം. നമ്മൾ നോക്കുക പാസ് ലിസ്റ്റ്. ഞാൻ ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ കുറച്ച് പാസ്വേഡുകളുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് പാസ്വേഡും കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് വേറെ ഫയലാണ്, കുഴപ്പമില്ല. RT zone ഓക്കെ, ഞാനിവിടെ പാസ്വേഡ് ആഡ് ചെയ്യുന്നു. ദെൻ ഇനി അത് ക്രാക്ക് ചെയ്യാൻ AirCrack-ng. ഓക്കെ, ദെൻ ആ ഫയലിന്റെ പേര് നമ്മൾ ഏതാണ്, purple.cap ഫയലാണ്. ദെൻ വേർഡ് ലിസ്റ്റ് -w യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ്. ഞാനിവിടെ കാണിച്ചു തരാണ് എങ്ങനെയാണ് അത് റൺ ചെയ്യുന്ന കാണിച്ചു തരാം. rocky.txt കൊടുക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, പല പാസ്വേഡുകൾ വെച്ചിട്ട് അതിനെ ഹാഷ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഹാഷ് വാല്യൂ ആണെന്ന് ഈക്വൽ ചെയ്ത് നോക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് ഹാഷ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഷ് വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, നമുക്ക് ഇവിടെ ഷോ ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്. നമുക്കിവിടെ ഈ പാസ്വേഡ് ലിസ്റ്റ് വേണ്ട, നമുക്കിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് .txt. ഓക്കെ, അത് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് എക്സാക്ട് പാസ്വേഡ് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ച് തന്നു. RTZone123 ഇതാണ് കറക്റ്റ് പാസ്വേഡ് എന്നുള്ളൊരു കാര്യം കാണിച്ചു തന്നു. ഇനി RTZone123 വെച്ചിട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും, ഇത് കണക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പാസ്വേഡ് RTZone123 എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഈ പാസ്വേഡ് WP ഹാൻഡ് ഷേക്ക് എങ്ങനെ നടത്തിയത്, AirPlay-ng ഉപയോഗിച്ചിട്ട് നമുക്ക് അഡാപ്റ്റർ ഓഫ് ആയി പോകുന്നതുകൊണ്ട് അങ്ങനെ നടന്നില്ല. ഞാൻ ഡിവൈസ് കണക്ട് ചെയ്ത സമയത്ത് എന്റെ മൊബൈൽ ഫോൺ ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത സമയത്ത് WP ഹാൻഡ് ഷേക്ക് നടന്നിട്ടാണ് എനിക്കത് കണക്ഷൻ കിട്ടിയത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി അത് ഓക്കെ ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അത് കണക്ട് ആയിട്ടില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. നമ്മൾ ഈ പറയുന്ന ടൂളുകൾ വെച്ചിട്ട് AirCrack-ng അതേപോലെ AirPlay-ng
എയറോ ഡംബെഞ്ചി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, വൈഫൈ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിച്ചു.